കഴിഞ്ഞ 10 വർഷത്തിലധികമായി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ നേതാവ്, നരേന്ദ്രമോദി മാത്രമാണ് രാജ്യത്തിന്റെ ജനകീയ നേതാവ് എന്ന് പറഞ്ഞിരുന്ന സംഘികൾക്കിടയിൽ നിന്നും രാജ്യത്തെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്ന തലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും അധികം ആൾക്കാർ പിന്തുണയ്ക്കുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി എന്നത് ഒരുപക്ഷെ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയം, അതുപോലെ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നരേന്ദ്രമോദിനി നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും ജനിച്ചാൽ പോലും കിട്ടാത്ത സ്വാധീനവും കിട്ടാത്ത രാഷ്ട്രീയ പാരമ്പര്യവും കിട്ടാത്ത ജനകീയതയുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്നത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രധാനമന്ത്രി എന്ന് പറയുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. ജനങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തേണ്ട പലയിടങ്ങളിലും നരേന്ദ്രമോദി എത്തുന്നില്ല എന്ന് മാത്രമല്ല, അവിടങ്ങളിലെല്ലാം ഓടി നടന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതുപോലെ എല്ലായിടത്തും ഓടിയെത്തുകയും ചെയ്യുന്ന നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ തന്നെ. ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വലിയ തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുമുള്ള രഹസ്യ വിവരം ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം ഇതിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എങ്കിൽ പോലും നേരിയ തോതിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്നത് തന്നെ വലിയ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. BJP അതുപോലെ RSS സംഘപരിവാർ മേഖലകളിലെല്ലാം രാഹുൽ ഗാന്ധി കാൽനിറയെ ചെല്ലുകയും അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തത് വലിയ തരത്തിൽ ഭീഷണി നേരിട്ടിരുന്നതാണ്. പിന്നീട് മണിപ്പൂരിൽ കലാപം നടക്കുന്ന സമയങ്ങളിലെല്ലാം, ഇതിപ്പോ 3-ാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത്, അങ്ങനെ അവിടെ കലാപം നടന്ന സമയങ്ങളിലെല്ലാം മണിപ്പൂരിലേക്ക് ഓടിയെത്തുകയും അവിടുത്തെ ഓരോ ജനങ്ങളെയും ചേർത്ത് പിടിക്കുകയും ആശ്ലേഷിക്കുകയും സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ആലോചിക്കണം, രാഹുൽ ഗാന്ധിയുടെ തലമുറകൾ എടുത്താൽ തന്നെ മനസ്സിലാകും. അച്ഛൻ രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഉണ്ടായ അതേ രീതിയിലുള്ള അപകടം രാഹുൽ ഗാന്ധിയെയും തേടിയെത്താൻ പോകുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇല്ല ഇതിപ്പോ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഇവർ 3 പേരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. അവർ അവരുടെ സുരക്ഷ പോലും നോക്കാതെ എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് ഇവർക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നതും. ഇപ്പോ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് ആയിക്കോട്ടെ, പിതാവ് രാജീവ് ഗാന്ധിക്ക് ആയിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഉണ്ടായത് രാജ്യത്തിന്റെ രക്തസാക്ഷിത്വമാണ് ഇവർക്കെല്ലാം വഹിക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ഇതിലൊന്നും രാഹുൽ ഗാന്ധിക്ക് യാതൊരു ആശങ്കയും ഉണ്ടാകുന്നില്ല, ഭയം ഉണ്ടാകുന്നില്ല, പേടി ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുകയാണ്, ഓടിയെത്തുകയാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയാൽ അദ്ദേഹം ഏത് വഴിക്ക് പോകുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും പറയാൻ സാധിക്കാത്ത സാഹചര്യം. സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് രാജീവ് ഗാന്ധിയോ അതുപോലെ രാഹുൽ ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ കേൾക്കാറില്ല. ഇവരെല്ലാം എപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഏറി ചെല്ലുന്നവരാണ്. ഇവർ അതേ പാത പിന്തുടർന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പോകുന്നത്. രാഹുൽ ഗാന്ധിയും ഇതേ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ യാതൊരു മടിയും കാണിക്കാതെ, സുരക്ഷയൊന്നും നോക്കാതെ, സുരക്ഷാ ഭീഷണികളൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന നേതാവാണ്. അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന നേതാക്കിന് അത്രത്തോളം വലിയ ഭീഷണി നിലനിൽക്കുന്നു ഇപ്പോ ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ട് പോലും വലിയ തരത്തിൽ സുരക്ഷകളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മുന്നേ ഉണ്ടായിരുന്ന Z+ കാറ്റഗറി 2019 നവംബറോടുകൂടി നരേന്ദ്രമോദി സർക്കാർ അതെടുത്തു കളയുകയായിരുന്നു. ഇപ്പോ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ട് പോലും ഇവിടെ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് വലിയ തരത്തിൽ BJPക്ക് ആശങ്ക ഉണ്ടാക്കുന്നു, BJPയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നു. അവിടെ മോദിയുടെ അപ്രമാദിത്വം ഉണ്ടാകുന്നു, മോദിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതാകുന്നു, മോദിയുടെ
ദൈവിക പരിവേഷം നശിച്ചു പോകുന്നു. ഹിന്ദു ഭാഗത്തിനെതിരെ ആണ് രാഹുൽ ഗാന്ധി സംസാരിച്ചെന്ന് BJP യോടെ പറയേണ്ടി വരുന്നു. അത് പിൻപറ്റിക്കൊണ്ട് ABVP ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹിന്ദു മഹാസഭകളായിക്കോട്ടെ, അതുപോലെ VSP ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ സംഘപരിവാർ സംഘടനകളും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധമായി രംഗത്ത് വരികയും അതുപോലെ ഗുജറാത്തിൽ വലിയ തരത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ഗുജറാത്തിലെ AICC ഓഫീസ്, അതായത് ഇന്ദിരാഭവൻ അടിച്ചു തകർക്കുകയും രാജ്യം മുഴുവൻ ഹിന്ദുത്വ സംഘടനകളെല്ലാം പ്രതിഷേധം നടത്തുകയും ചെയ്തതിന്റെ പ്രധാന കാരണം അവരെല്ലാം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഭയപ്പെടാനുള്ള പ്രധാന കാരണം എന്നത് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസ്താവനകളും അത് BJPക്ക്, സംഘപരിവാർ സംഘടനകൾക്ക് എല്ലാവർക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ 1 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗത്തിൽ തകർന്ന് തരിപ്പണമായത് നരേന്ദ്രമോദി ഇതുവരെ കെട്ടിപ്പടുത്തിയ ചീട്ടുകൊട്ടാരങ്ങളായിരുന്നു. ഇതെല്ലാം തകർന്നു പോയി എന്ന് മാത്രമല്ല, അവിടെ നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വമാണ് കാണാൻ കഴിഞ്ഞത്. അവിടെ അതിനുശേഷം നരേന്ദ്രമോദി 2 മണിക്കൂർ 50 മിനിറ്റോളമൊക്കെ സംസാരിച്ചെങ്കിൽ പോലും അതൊന്നും രാജ്യത്തെ ജനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് ജനങ്ങൾ യൂട്യൂബിലൂടെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ 1 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗമാണ്. അങ്ങനെ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിക്കേറി രാജ്യത്തിന്റെ ജനകീയ നേതാവായി മാറുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയോടും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്, രാജ്യത്തെ ജനങ്ങളും അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരുന്ന SPG സുരക്ഷ 2019 ഇല്ലാതാവുകയും പിന്നീട് ആ സുരക്ഷ ഒന്നുമില്ല, സാധാരണ അതായത് Z+ കാറ്റഗറി സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അത് 2019 നരേന്ദ്രമോദി സർക്കാർ അത് എടുത്തു കളയുകയും മാറ്റുകയാണ് ചെയ്തത്. നമുക്കറിയാം, മുന്നേ VP സിംഗിന്റെ കാലത്ത് SPG സുരക്ഷ രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദിനുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധിക്ക് ജീവന ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുക. എന്നാൽ അത് അന്നത്തെ സർക്കാർ അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയും ചെയ്തു. പിന്നീട് ഒടുവിൽ സംഭവിക്കുന്നത് തമിഴ്നാടുള്ള ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് തമിഴ് പുലികൾ അദ്ദേഹത്തിന് നേരെ മനുഷ്യ ബോംബായി മാറുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആ ഷോക്കിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധി ഇതുവരെ മുക്തനായിട്ടില്ല എന്നിരിക്കെ പോലും അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല എന്നുകൂടി പറയേണ്ടി വരും. കാരണം തൻ്റെ പിതാവും മുത്തശ്ശിയും അടക്കം മരിക്കുന്നത്, രക്തസാക്ഷിയാകുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. എന്നാൽ ആ ഭയമോ അങ്ങനെ ഒരു ആശങ്കയോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹം അതൊന്നും നോക്കാറില്ല, അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാറുമില്ല. അദ്ദേഹം അപ്പോഴും ചെയ്യുന്നത്, ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തന്നെ പോവും, എൻ്റെ ജനങ്ങളാണ്, ഞാൻ അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് എന്ത് സംഭവിച്ചാലും ഞാൻ ജനങ്ങൾക്കൊപ്പമേ നിൽക്കൂ എന്ന ആ പാരമ്പര്യം, അതേ പാരമ്പര്യം, ആ ജനസ് അതുപോലെ പിൻപറ്റിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. പക്ഷേ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, SPG സുരക്ഷ പോലും ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത് അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് ഭയപ്പെടുത്തുന്നത്, ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുന്നത്, ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നേതാവായി നിൽക്കുന്നത്, ഭയപ്പാടുണ്ടാക്കുന്നത്, ഭീഷണി ഉണ്ടാക്കുന്നതെല്ലാം BJPക്കും BJP ഇതര ഗ്രൂപ്പുകൾക്കും BJPയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കുമാണ്. ഇവരെല്ലാവരും രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നത് തന്നെ, തീവ്ര ഹിന്ദുത്വവാദികളെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നതും അതുപോലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതും വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന, രാജ്യമെമ്പാടും അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ തന്നെ മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധിയെ BJP ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ BJP ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല, BJPയുമായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, BJPയോട് ചേർന്ന് നിൽക്കുന്ന പലരും രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുകയും വകവരുത്താനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങൾ പോലും ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ട് പോലും ഇവർ ഇതിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന ജനകീയനായ നേതാവിന്, ജനകീയനായ പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും ജനങ്ങളുടെ പ്രധാനമന്ത്രിയായി അറിയപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജനകീയത ഭയപ്പെടുത്തുന്നത് പ്രധാനമായും നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് സംഘപരിവാർ സംഘടനകളെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നതും. ഇപ്പോഴിതാ ഒരു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റിൽ കൂട്ടിയിട്ട് തല്ലണമെന്നുള്ള ആക്രമണ ആഹ്വാനം വരെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് നടത്തിയിരിക്കുന്നത് കർണാടകയിലെ BJP MLA ആണ്. മംഗലാപുരം നോർത്തിൽ നിന്ന് 2 തവണ MLA ആയ ഭാരത് ഷെട്ടിയാണ് പരസ്യമായി രാഹുലിനെതിരെ ഭീഷണി മുടക്കിയിരിക്കുന്നത്. പാർലമെന്റിലിട്ടൊന്ന് അടിച്ചാൽ രാഹുൽ ഗാന്ധി നന്നായിക്കൊള്ളുന്നാണ് ഷെട്ടി പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കൂട്ടിയിട്ട് തല്ലണമെന്നും 7 മുതൽ 8 വരെ FIRകൾ ഫയൽ ചെയ്യാൻ ഈ നിയമം ഇടയാക്കുകയും ചെയ്യും. അതായത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ കൂട്ടിയിട്ട് തല്ലണമെന്ന് പറയുമ്പോൾ
എന്നാൽ അതിൽ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രാഹുൽ ബാംഗ്ലൂർ നഗരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതിനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ കയ്യിൽ പിടിച്ചത്. ശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്നാൽ രാഹുൽ ചാരമായി മാറും. ഹിന്ദു വിരുദ്ധ നയമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. രാഹുൽ ഒരു ഭ്രാന്തനായ വ്യക്തിത്വമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഭ്രാന്തനാണെന്ന കാര്യം വ്യക്തമാണെന്നാണ് പറഞ്ഞത്. ഒപ്പം പറയുന്നൊരു കാര്യം, താൻ എന്ത് പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദമായി കേൾക്കുമെന്നാണ് രാഹുൽ കരുതുന്നത്. അത് നടക്കില്ല എന്നാണ് BJP MLA പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ശിവാജി മഹാറാണ പ്രതാപും ജനിച്ചത് ഹിന്ദു സമൂഹത്തിലാണ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ആയുധമെടുക്കും. ആയുധങ്ങളെ പൂജിച്ചതിന് ശേഷം എങ്ങനെ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പാർലമെന്റിനുള്ളിൽ ശക്തമായ അടിക്ക് രാഹുൽ ഗാന്ധി നന്നായിക്കോളും. ആ അടി കിട്ടിയാൽ രാഹുൽ ഗാന്ധി നന്നായിക്കോളും എന്നൊക്കെയാണ് ഷെട്ടി പറയുന്നത്. ഒപ്പം രാഹുൽ പാർലമെന്റിൽ കുരച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങുമെന്നും ഹിന്ദു മതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് BJPയുടെ കടമയാണെന്നും ഹിന്ദുവും ഹിന്ദുത്വവും വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്നും ഇത്തരം നേതാക്കൾ കാരണം ഹിന്ദുക്കൾക്ക് ഭാവിയിൽ ആപത്ത് നേരിടേണ്ടി വരുമെന്നും ഹിന്ദുക്കൾ വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം അവർ സൃഷ്ടിച്ചെടുക്കുമെന്നൊക്കെയാണ് ഷെട്ടി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയായി മാറുമെന്നും തമിഴ്നാട്ടിൽ നിരീശ്വരവാദിയാകുമെന്നും ഷെട്ടി ആരോപിക്കുന്നുണ്ട്. ഗുജറാത്തിൽ വരുമ്പോൾ രാഹുൽ പരമശിവന്റെ കടുത്ത ഭക്തനായി മാറുമെന്നും കൂടി ഷെട്ടി പറയുന്നുണ്ട്. 99 ലോക്സഭാ സീറ്റുകൾ മാത്രം നേടിയാണ് രാഹുൽ ഗാന്ധി വലിയ നേട്ടമുണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്നതെന്ന് കൂടി ഷെട്ടി ആരോപിക്കുന്നുണ്ട്. ഇവിടെ BJP ആക്രമണവും വിദ്വേഷം പ്രചരിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് BJP നേതാവ് പോലും, അതായത് BJP നേതാവ് മാത്രമല്ല MLA പോലും ഇങ്ങനെ ഭീഷണി പുറക്കുന്നത്. രാഹുൽ ഗാന്ധി പാർലമെന്റ് നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്, BJP ഹിന്ദുക്കളുടെ നേതാവാകണ്ട, BJP ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ഹിന്ദുക്കളെ പോലും വഴിതെറ്റിക്കുകയാണ്, നിങ്ങൾക്ക് ആരുടെയും അട്ടിപ്പേരവകാശം തന്നിട്ടില്ല, ഒരു മതത്തിന്റെയും അട്ടിപ്പേരവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല, ഹിന്ദുക്കൾ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, അതുപോലെ മറ്റു മതസ്ഥർ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളാരും ഹിന്ദുക്കളുടെയോ ദൈവങ്ങളുടെയോ ഹിന്ദു ദൈവങ്ങളുടെയോ ഒരു ദൈവങ്ങളുടെയും അട്ടിപ്പേരവകാശം എടുക്കണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇവിടെ BJPയെയും BJP ഇതര സംഘടനകളെയും എല്ലാം, അതായത് BJPയുമായി കൂടി നിൽക്കുന്ന BJPയുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളെ എല്ലാവരെയും, അതിപ്പോ വിശ്വ ഹിന്ദു പരിഷത്തായിക്കോട്ടെ, ബജ്രംഗ് ദൾ ആയിക്കോട്ടെ, ABP ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ സംഘടനകളെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതാണ്. കാരണം അവർ ഇത്രയും നാം ചെയ്തിരുന്നത് ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും വിറ്റ് അതുപോലെ അതിലൂടെ വോട്ട് നേടിയുന്ന ആ ഒരു രീതി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തപ്പോഴാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുകയും രാഹുൽ ഗാന്ധിയുടെ ഓഫീസടക്കം, അതായത് കോൺഗ്രസിന്റെ ഓഫീസടക്കം, ഗുജറാത്തിലെ ഓഫീസടക്കം അടിച്ചു തറക്കുകയും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണി പോലും ഉള്ളത്. ഈ സുരക്ഷാ ഭീഷണിക്ക് പിന്നിലുള്ളതും സംഘപരിവാർ സംഘടനകൾ തന്നെ ഉറപ്പിച്ച് പറയേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി എതിർക്കുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ എതിർക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോഴും അതിന് പിന്നിലുള്ളത് സംഘപരിവാർ അല്ലാതെ മറ്റാരും ഉണ്ടാക്കാൻ യാതൊരു സാധ്യമല്ല. ഈ സാഹചര്യത്തിലും രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ജനങ്ങളുടെ നേതാവായി മാറുന്നതും സഹിക്കാത്തത് സംഘപരിവാറിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും വീണ്ടും Z+ കാറ്റഗറിയും SPGയും നൽകണമെന്നും എടുത്തു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത്.